ഗൈസ് ഞങ്ങള് പെട്ടെന്ന് ഒരു പെട്ടെന്ന് തീരുമാനിച്ചതാണ് വർക്കിന് പോവാൻ. അങ്ങനെ ട്രെയിൻ കയറി പെട്ടെന്നായോണ്ട് ഇവിടെ വരെ. ഓക്കെ, അപ്പോ ഞങ്ങളൊരു 3:15 എടുത്താണ് ട്രെയിൻ കയറിയത് ഗുരുവായൂരിന്. ഒരു 8:30 ആവുമ്പോഴേക്കും അവിടെ എത്തും. ബാക്കി അവിടെ എത്തും. ഞങ്ങളിത് സ്റ്റേഷനിൽ കറക്റ്റ് ടൈമില് 8:30 8:35 എത്തി. പക്ഷെ എനിക്ക് അവിടുന്ന് വ്ളോഗ് എടുക്കണ കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് വന്നു. ഞങ്ങൾക്ക് 1 മണിക്കാണ് ചെക്ക് ഇൻ ടൈം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞല്ലോ വേഗം തീരുമാനിച്ചു വന്ന കാരണം ഞങ്ങൾക്ക് ആ സമയത്ത് ഇത് കിട്ടിയുള്ളൂ. അവിടെ ഒരു വേറെ ഷെയ്ഡ് ഇല്ല വെള്ളത്തിന്. ഞാൻ നോക്കണം എന്നിട്ട് സാധനം. ഓക്കെ, ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബ്ലാക്ക് സാധനല്ലേ അതെ അവിടേക്ക് ഉണ്ടടി. അതുണ്ട്, അതെന്തോ സാധനമാണ് അവിടെ. വേവ് തന്നെ കണ്ടു. ഫുഡ് കഴിച്ചിട്ട് പോവാം. എവിടെ? നീ ഇവിടെ നോക്ക്, ഇവിടെ രണ്ടെണ്ണം അതെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് വേണം തക്കാളി ഉണ്ട് കൈ. അത് തക്കാളി എനിക്ക് വേണ്ട. പിന്നെ ബ്രെഡ് എന്നിട്ട് റസ്ക് പോലെ ഉണ്ട്. പിന്നെ അതിനെ പറ്റിയുള്ള ബട്ടർ ആൻഡ് ജാം. പിന്നെ കോൺഫിക്സ്. ഈ സാധനം ഇതിന്റെ പേരെന്തായിരുന്നു? ബേക്കൺ. ബേക്കൺ കുഴപ്പമില്ല, ഉപ്പ് കൂടുതലാണല്ലോ പക്ഷെ ടേസ്റ്റ് ഉണ്ട്. കഴിക്കണേട്ടോ. കൊടയില്ലാണ്ട് നടക്കാനായിട്ട് പറ്റത്തേ ഇല്ല. അമ്മാതിരി വെയിലാണ് ഇവിടെ. ഞങ്ങക്ക് 1 മണിക്കാണ് എന്നിട്ടാ ചെക്ക് ഇൻ സമയം പറഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ തേപ്പാരം നടക്കണം. ഞാൻ അത്രയും നേരം അവിടെ ഇരിക്കാൻ കാണാനുള്ളൊന്നും ആ റിസോർട്ടിനുള്ളിൽ ഇല്ല. അപ്പൊ ഞങ്ങള് ആ വഴി അങ്ങോട്ട് ഇങ്ങനെ നടന്ന് ഞങ്ങളൊരു തുണിക്കടയിൽ കയറി. കുറെ കടകളുണ്ട്. കേറിയപ്പോ ആ ചേച്ചി ഞങ്ങളെ കൂടെ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചു. കാലൊക്കെ പിടിക്കാൻ പറഞ്ഞു. ആ ചേച്ചിയുടെ കാല് പിടിക്കാന്ന് പറഞ്ഞു. പറഞ്ഞ് എത്ര അത് ആക്ച്വലി റേറ്റ് പറയാ 600 600 എന്ന് പറഞ്ഞ സാധനത്തിന് ഹാഫ് പ്രൈസിന് വാങ്ങിയിരിക്കുന്നു. 380 വരെ എത്തിച്ച്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ ആ സാധനം വാങ്ങത്തില്ല എന്ന് വിചാരിച്ച്. അപ്പൊ പിന്നെ ആ ചേച്ചി പറഞ്ഞു നിങ്ങളാണ് ഫസ്റ്റ് കസ്റ്റമർ, അങ്ങനെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് കെഞ്ചാൻ തുടങ്ങി. അപ്പൊ പിന്നെ എനിക്ക് ആ ഒരു കെഞ്ചലിന്റെ ഇത് കാരണം ഞാൻ വിചാരിച്ചു അനിയത്തിക്ക് ചെറിയൊരു ബാഗ് വാങ്ങാന്ന് വെച്ചിട്ട് ഞാൻ ബാഗായാലും 300 അത്രയും പറഞ്ഞു. അതെത്രയോ 200 150 എനിക്ക് തന്നെ. അത് കഴിഞ്ഞപ്പോ ഇവള് ആ സമയത്ത് ഇവിടെ പിന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു ഈ ഡ്രസ്സിന് എത്രയാ വില ആവും. അതിനുശേഷം പിന്നെ ആ ചേച്ചി ഞങ്ങള് വിട്ടിട്ടേ ഇല്ല. അവിടെ കിടന്ന് ഞങ്ങള് കാല് പിടിക്കാന്ന് പറഞ്ഞ അങ്ങനെ നിന്ന് പിന്നെ ഞങ്ങള് ശരി ഓക്കേ എന്ന് പറഞ്ഞ അങ്ങനെ തട്ടിക്കൊല്ലല്ലേ ഗൈസ്. ടിങ്കിൾ ടാറ്റു കുത്താൻ പോവാ. ടെമ്പററി പറഞ്ഞ ഞാൻ കുത്തണില്ല. എനിക്ക് എത്ര മന്തായിരിക്കും. ടെമ്പററി എന്ന് പറയുമ്പോൾ 6-7 മാസമൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. ചെറിയൊരു കാർപ്പണ ടിങ്കിൾ ടാറ്റു കുത്താൻ പോണു ഗൈസ്. ലുക്ക് അറ്റ് ദിസ്. ഹായ് ഗൈസ്, വി ആർ ബാക്ക്. ഇപ്പൊ കുളിച്ച് ഞങ്ങള് റെഡി ആക്കിയിട്ട് പിന്നെയും ഇറങ്ങി. ഞങ്ങളുടെ പിന്നെയും ഇറങ്ങി. നേരത്തെ പോയിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ഞങ്ങള് ഒരു 12:30 ആയപ്പോഴേക്കും റൂം കിട്ടി. അങ്ങനെ ചെന്നൊരു കയറി കിടന്നുറങ്ങി. പിന്നെ ഒരു 4:30 ആയപ്പോഴേ എഴുന്നേറ്റത്. പിന്നെ കുളിച്ചു റെഡിയായി ഞങ്ങള് ഇറങ്ങി അടുത്ത ട്രിപ്പിലേക്ക്. പിന്നെ ഇയാള് അടിയിലേക്ക് ഇറങ്ങണം. ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും വീഡിയോസും എല്ലാം കഴിഞ്ഞു. ടിങ്കിളിന്റെ ടാറ്റു കാണിച്ചു കൊടുക്കും ബാക്കില്. ഓക്കെ മതി. ഞങ്ങളിനി ഒരു വിശക്കുണ്ട്, രാവിലെ ഫുഡ് കഴിച്ചല്ലേ. അപ്പൊ ഞങ്ങള് ഇവിടെ അടുത്തൊരു ഐറ കഫേ ഉണ്ട്. ഞാൻ റീലിലൊക്കെ കണ്ടിട്ടുണ്ട്. പോവാം നമുക്ക്.
അപ്പൊ ഇവിടുന്ന് ഒരു 750 മീറ്റർ നടക്കാണ്. ഞങ്ങൾ നടന്ന് അധികം ഉണ്ടായല്ലോ. പക്ഷെ ഞങ്ങള് അടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഹായ്, ഇത് ഡേ 2. പക്ഷെ ഇന്നലെ പകുതി വെച്ച് കട്ടായി പോയെന്നല്ല, എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ അവിടെ കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഡ്രസ്സ് മാറിയിട്ടാണ് പോവാൻ നിന്നത്. പിന്നെ അപ്പോഴേക്കും നല്ല ഇരുട്ടായി. പിന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമായിരുന്നില്ല. കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു. ഈ വഴിയാണ് ഞങ്ങൾ നിലക്ക് നടന്നു പോയത്. ഇന്നലൊക്കെ മൊത്തം ആൾക്കാരായിരുന്നു. ഞങ്ങളിതേ ഒന്നുകൂടിയും രാവിലെ ബീച്ചിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ച് ഇറങ്ങാം. ഇന്നലെ രാത്രി ഞങ്ങള് ഈ കഫേയിലേക്ക് വന്നു. നല്ല നല്ല രസമല്ലേ സൺലൈറ്റ് അടിച്ചിട്ട്. വാ സൂര്യൻ നല്ലോണം ചൂടാവുമ്പോഴേക്ക് കേറി വരണം. അയ്യോ, പക്ഷെ എന്തായാലും ആൾക്കാരുണ്ട്. ഇന്നലെ എന്തോരം ആൾക്കാരായിരുന്നു അറിയോ. ടൈറ്റാണ് എല്ലാവരും ഇറങ്ങുന്നത് ആക്ച്വലി. എന്താ, ഞങ്ങൾ ഇന്നലെ ഐറ കഫേല് കഴിക്കാൻ പോയിട്ട് അവിടെ കഴിക്കാൻ പോയില്ല. അവിടെ എത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് ഉള്ളി കയറിയില്ലായിരുന്നു. പിന്നെ വേറെ കഫേസ് കണ്ടപ്പോ അവിടെ കയറി കഴിച്ചു. യെസ്, ഓൾമോസ്റ്റ് എല്ലാം കൊള്ളായിരുന്നു, നല്ലതാണ്. ഇന്ന് 3:30ക്കാണ് ട്രെയിൻ റിട്ടേൺ. അതെന്തോ കൺഫേം ആയിട്ട് അടുത്തടുത്ത സീറ്റ് കിട്ടിയായിരുന്നു. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച അവിടെ പ്ലാൻ ചെയ്തതിനെ കുറിച്ചിട്ട്. അപ്പോ ഇവിടെ ഇറങ്ങാനുള്ള സ്ഥലം വന്ന്. Guys, come on. കടലില് പോയിട്ട് കറക്കണതിനെ. ഞാൻ ഇത് കേട്ടാ, ഞാൻ വലിയ കാര്യത്തിൽ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ കിട്ടിയിട്ടില്ല. എക്സാം അപ്പുറത്താന്ന് ഓൾറെഡി. എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാ. കുറച്ചായോ ഫുഡ് കഴിക്കാൻ പോകുന്നു രാവിലെ. വിശക്കുണ്ട്. എനിക്ക് ഈ ലിപ്സ്റ്റിക് അല്ല, ഗ്ലോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഏതാണ് സാറും? ഏതാണ്? ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ ആഡ് വരാന്ന്. പക്ഷെ ഞാൻ നല്ലതാണെന്ന് വിചാരിച്ചത്. പക്ഷെ കൊള്ളാം. ലിപ്സ്റ്റിക് എന്റെ ഷെയ്ഡ് തന്നെയാ കേട്ടോ, കളർ പറഞ്ഞ്. ആരോഗ്യ എടാ ഇങ്ങനെ നോക്കിടാ, അച്ചിരി കുട്ട. ഇല്ല അവൾ കിടന്നില്ലേ. ടാറ്റാ. ഇപ്പുറത്തെ കണ്ണിനെന്തോ പ്രശ്നമുണ്ടല്ലേ. ടാറ്റാ ടാറ്റാ. പോവാ. രണ്ടാം പീസ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മള് എന്തൊക്കെയാ പറഞ്ഞ, ഒരു റെഗുലർ ബ്രേക്ക്ഫാസ്റ്റ്. അത് ഐ തിങ്ക് ഇതാന്ന് തോന്നുന്നുണ്ടല്ലേ റെഗുലർ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇത് എന്തായിരുന്നു, സ്റ്റീക്ക് ബീഫിന്റെ. പിന്നെ ഇത് ന്യൂട്ടല്ല ടോസ്റ്റ്. ഇത് സ്ട്രീറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് റെഗുലർ ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് ന്യൂട്ടല്ല.
അറിയില്ല. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് തിരിച്ച് പോവാൻ ആയിട്ട്. എനിക്ക് നല്ല കോൾഡ് പിടിച്ചു, നല്ല കോൾഡ് ഉണ്ട്. 12 മണിക്ക് ചെക്ക് ഔട്ട്. 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി 3:30ക്കാണ് ട്രെയിൻ. ഫുഡ് കഴിക്കണം ഉച്ചക്കത്തെ. ആ, പിന്നെ കുറച്ച് സമയം എങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളി നീക്കണം. അപ്പോഴേക്കും 3 മണി. 3 മണിക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തണം കേട്ടോ. ഗൈസ്, ഞങ്ങള് ഇതിൽ ബാക്ക് ക്യാം എങ്ങനെ വരിക? ബാക്ക് ക്യാം വരുന്നില്ല. നല്ല വൃത്തികെട്ട പോലെ ഉണ്ടല്ലേ. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ചെക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെയാണ് നിന്നത്. ആ കൊട, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നല്ല കോൾഡ് എനിക്ക്. എന്താ പറ്റിയെന്ന് അറിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് തുടങ്ങിയതാ കോൾഡ്. കൊട ഇല്ലാണ്ട് പറ്റത്തില്ല. നല്ല വെയിലുണ്ട് പുറത്ത്. ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് തിരിച്ച് വന്ന് ബാഗ് എടുത്ത് റിസപ്ഷനിൽ ബാഗ് വെച്ചിട്ട് ബാഗ് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ പോയിട്ട് വരാം. ഫോണ് നോക്കി നോക്കി കുഴിയും സാധനങ്ങൾ പറയണില്ല. ഞാൻ ഇന്നലെ ഒരു കുട്ടീനെ കണ്ട്, എന്റെ കൂടെ പഠിച്ചൊരു കുട്ടി. കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോ ഒരു കുട്ടി വന്നിട്ട് എന്റെ അടുത്ത് വസുന്ധരയല്ലേ? ആ, എനിക്ക് പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല ആരാന്ന്. പിന്നെ ഈ പേരൊന്നും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. വഴി തെറ്റി. നമ്മൾ ഈ വഴി തന്നെയാണോ വന്നിട്ട്? ഓക്കെ. ആ, വസുന്ധരയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. എനിക്ക് ഇപ്പോഴും ആ കൊച്ചിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ ഒന്നെങ്കിൽ എന്റെ കൂടെ സെന്റ് റാഫേൽസ് പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ വിമലയില് പഠിച്ചതായിരിക്കും. അപ്പൊ ഞാൻ എന്റെ ഓർമ്മയില് ആ കൊച്ചിനെ ഞാൻ സെന്റ് റാഫേൽസിൽ കണ്ടിട്ടുണ്ടോന്ന് സത്യം എനിക്ക് ഓർമ്മയില്ല. അപ്പൊ സെന്റ് റാഫേൽസിലാണോ ആണോന്ന് ചോദിച്ചപ്പോ പിന്നെ ആ അതേന്ന് പറഞ്ഞ. അങ്ങനെ എന്താ എവിടാ എന്താ ചെയ്യണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആള് പോയി. അങ്ങനെ അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല എന്നെ പരിചയമുള്ള ഒരാൾ ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും ഏതെങ്കിലും ഒരെണ്ണം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും പരിചയമുള്ളത്. എന്ത് കോലാണല്ലേ, നല്ല പട്ടിപ്പോലെ. ഞാൻ കമ്മലിട്ടില്ലടി, കമ്മലിടാൻ മറന്നുപോയി. ഇതാണ് എല്ലാവരും ഇൻസ്റ്റയിൽ കാണുന്ന അയറ കഫേ. ഈ ഒരു സൈഡ് നൈസാണ് കേട്ടോ. രാത്രി അടിപൊളിയാണ് ലൈറ്റിംഗ് ഒക്കെ. ഞങ്ങള് ആ എൻഡിലേക്ക് പോവാൻ നോക്കിയത്, പക്ഷെ പറ്റണില്ല, ഭയങ്കര ചൂട്. പിന്നെ മണലിലൊക്കെ ഇതിനേക്കാളും വലിയ ചൂട്. കൊടയില്ലെങ്കിൽ ശരിക്കും പെട്ടുപോയനെ. അവിടെ മണലിൽ ഒരു ബുക്ക് വായിക്കണ കിടന്നിട്ട് മാതാമ്മമാര്. എനിക്കത് കാണുമ്പോൾ ചൂടുണ്ട്. അയ്യോ, ഞാൻ അവിടെ നേരം നടന്നെത്തണ്ടേ. പോട്ടെ, പോയി എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ നോക്കാല്ലേ അല്ലേ. ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഒരു കഫേയില് പാട്ട്, തമിഴ് പാട്ട്. വെയിലും ഉണ്ട്, എന്താ അറിയില്ല, വിശക്കും. ആ, വെയിലും കൊള്ളുമ്പോ ഭയങ്കര ക്ഷീണം. അപ്പഴാണ് ശരിക്കും ക്ഷീണം വരുന്നത് അല്ലേ. കൊറേ മദാമ്മമാരിയ്ക്കണം. അതൊക്കെ നോക്കി വറക്കാൻ വെച്ചോണം മോളെ. കുറച്ച് എണ്ണ ഒഴിച്ചേർത്താ മതി എന്റെ പൊന്നെ. എന്നിട്ട് ഇത് ഫോം വിളിക്കണം. അപ്പുറത്ത് ഒരാളിരുന്ന് ബുക്ക് വായിക്കുന്നു. തൊട്ടപ്പുറത്ത് കാണലുണ്ട് ആ സാധനത്തില് കൊടയില്. അവിടെ ഒന്നും ഇരിക്കാൻ നമുക്ക് പറ്റൂല. ആ, വറക്കാൻ വെച്ച തുണിയൂല് തുണിയൂല കാണാൻ രസമുണ്ട്. ആ, ആ ചേച്ചി എന്തൊക്കെ തേക്കണ്ട്, സൺസ്ക്രീനാ. എടാ ആ കൊടയിലെ കീട ആരുമില്ല, അവിടെ ഇരിക്കണം നമുക്ക്. പോയി എന്തെങ്കിലും കഴിക്കട്ടെ.
ഫുഡ് കഴിക്കാൻ വന്നിരിക്കാം. എനിക്ക് ഉറക്കാം വേറെ. കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇല്ല. ആ കുടിച്ചു. ഞാൻ നമ്മളെ വിളിച്ചത് നമുക്കൊരു 3 മണിയാകുമ്പോ പോകാൻ. നമ്മൾ നമുക്ക് ഊബർ വിളിക്കുമ്പോഴേക്കും സമയമായിരിക്കും. പോയി. ഏത് വർഷമാണ് സോറി. ഞങ്ങളൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് കയറിയല്ലോ. പക്ഷെ ഇവിടെ എല്ലാത്തിനും ഭയങ്കര ഉടുക്കത്ര റേറ്റാണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ കിട്ടുന്ന 450 ഷർട്ട് ടീഷർട്ടൊക്കെ ഇവിടെ 250 600 രൂപയാണ്. പക്ഷെ മിറർ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കൊള്ളാലേ.